ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമന്റ് സെക്ഷനിൽ വന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വെക്കേണ്ട കോളേജസ് ഏതൊക്കെയാണ്, അതോടൊപ്പം NRI സീറ്റ് ഉള്ള കോളേജസ് ഏതൊക്കെയാണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസർവേഷനിൽ വരുന്ന കോളേജസ് ഏതൊക്കെയാണ് എന്ന് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാമോ എന്നത്. 2025 അതായത് 2025 കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ കോളേജ് ലിസ്റ്റ് LBS പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ നമുക്ക് 2024 പ്രോസ്പെക്ടസിൽ നിന്നുമുള്ള, അതായത് 2024 ഓപ്ഷൻ രജിസ്ട്രേഷൻ കോളേജ് ലിസ്റ്റ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ചെറിയ ചേഞ്ചസ് വരാനുള്ള ചാൻസുകളുള്ളൂ. ചിലപ്പോൾ കോളേജസ് ആഡ് ചെയ്യാനുള്ള ചാൻസുകളാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് BSc നഴ്സിംഗ് ഏതൊക്കെ ഗവൺമെന്റ് കോളേജസിലാണ് ഉള്ളത് എന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോളേജസ് അണ്ടർ മലബാർ ക്യാൻസർ സെന്റർ, BSc നഴ്സിംഗ് കോളേജസ് അണ്ടർ SIMET, അതായത് കേരള ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള കോളേജസ് ആണിത്. LBSന്റെ വെബ്സൈറ്റിലേക്ക് കയറിയതിനു ശേഷം ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻസ് എല്ലാം നേരത്തെ തന്നെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വളരെ എളുപ്പമായിട്ട് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും, NRI കോട്ട റിസർവേഷൻ വരുന്ന കോളേജസ് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ NRI റിസർവേഷൻ വേണ്ട കുട്ടികൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് NRI കോട്ട റിസർവേഷൻ ഉള്ള കോളേജസിന് മുൻഗണന കൊടുത്ത് ആദ്യം ആ ഓപ്ഷൻസ് വെക്കുക, അതിനുശേഷം ബാക്കി ഓപ്ഷൻസ് വെക്കുക. അതോടൊപ്പം മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഇതിലുള്ള മാക്സിമം കോളേജസിൽ മാക്സിമം കോഴ്സസ് വെക്കുക. അതോടൊപ്പം ഇതിൽ ഫീ സ്ട്രക്ചറും കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു വർഷത്തെ ഫീ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം സ്പെഷ്യൽ ഫീ എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോളേജുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലും മെസ്സിന്റെ കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളതുമാണ്. ഇതിൽ ഗവൺമെന്റ് കോളേജസിന്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെയും പ്രൈവറ്റ് കോളേജസിന്റെയും എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം എത്ര സീറ്റസ് ആണ് അവൈലബിൾ എന്നതും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് BSc നഴ്സിംഗ് കൊല്ലത്താണോ വേണ്ടത്, തൃശ്ശൂർ ആണോ, അതോ പത്തനംതിട്ട, ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള BSc നഴ്സിംഗിന്റെ കോളേജസ് NRI കോട്ടയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി റിസർവേഷൻ വരുന്ന കോളേജസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ അനുസരിച്ച് വേണം നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെത് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെത് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ കോളേജസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ് അതനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പോയി വരുന്നതാണോ, ഹോസ്റ്റലിലാണോ, അതേ പുറത്ത് നിന്ന് പഠിക്കുന്നതാണോ ഇഷ്ടം, അതനുസരിച്ച് നിങ്ങൾ കോളേജസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. BSc നഴ്സിംഗ് കോളേജസ് മാത്രമല്ല, പാരാമെഡിക്കൽ ആയിട്ടുള്ള ബാക്കി എല്ലാ കോഴ്സസിന്റെയും ഓപ്ഷൻസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. 2024 നിങ്ങൾ ഓർക്കണം. പക്ഷേ മാക്സിമം ഈ കോളേജസ് തന്നെയാണ് 2025 വരാനുള്ള സാധ്യത. എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് മാത്രമേ കാണുകയുള്ളൂ. പാരാമെഡിക്കൽ ആയാലും ഗവൺമെന്റ് സീറ്റ്സും സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഏതൊക്കെയാണെന്നും പ്രൈവറ്റ് കോളേജസ് ഏതൊക്കെയാണെന്നും ഫീ സ്ട്രക്ചറും കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞ കുട്ടികൾ മാക്സിമം ഒരുപാട് കോളേജസിൽ ഓപ്ഷൻസ് വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് പ്രൈവറ്റ് കോളേജസിലാണ്, അതായത് PNC MAC പോലെയൊക്കെ ആണെങ്കിൽ 10 കോളേജസിൽ മാത്രമേ ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ AMNS FNCK അത് ബേസ് ചെയ്തിട്ടുള്ള അസോസിയേഷനിലാണെങ്കിൽ 15 കോളേജസിൽ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് രണ്ടിലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം പല കുട്ടികളും ചോദിച്ചതാണ്, റാങ്ക് ലിസ്റ്റിൽ NU, DT, PY ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ കോഴ്സസിന്റെ കോഡാണ്. അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കിയാൽ ഏതൊക്കെ കോഴ്സസിന്റെ കോഡാണെന്ന് കാണാൻ സാധിക്കുന്നതാണ്. OP എന്ന് പറയുന്നത് BSc ഒപ്റ്റോമെട്രി ആണ്. അതുപോലെ AT എന്ന് പറയുന്നത് അനസ്തേഷ്യ ടെക്നോളജി, OT എന്ന് പറയുന്നത് OT ടെക്നോളജി, PY എന്ന് പറയുന്ന ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള കോഡുകളും കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോളേജസിന്റെ ഡീറ്റെയിൽസും ഇതിലുണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നേരത്തെ കൂട്ടി ഏതൊക്കെ കോളേജസിലാണ് വെക്കേണ്ടതെന്ന് ഒരു തീരുമാനത്തിലെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ ഓപ്ഷൻസ് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ CPAS കോളേജസും ഇതിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാകാൻ സാധിക്കുന്നതായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അത് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുത്തു വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.